ഇന്നിപ്പോൾ നിയമസഭ ഇളകി മറിയുന്നത് നമ്മുടെ കൊടിയ കുറ്റവാളികൾക്ക് ജയിലിൽ കഴിയുന്ന തടവുകാർക്ക് പരോൾ അനുവദിച്ചതിനെ ചൊല്ലിയുള്ള വിവാദമാണ്. കെ രമ തൊട്ട് പ്രതിപക്ഷ നേതാവ് വരെ സഭയിൽ എല്ലാവരും ഏറെക്കുറെ അത് ചൂടുപിടിച്ച ചർച്ചയാണ്. ഈ പരോൾ അനുവദിക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ്? ഇപ്പോൾ വക്കീൽ കൂടിയായ അങ്ങേക്ക് അതിനെക്കുറിച്ച് ധാരാളം പറയാനുണ്ടാവും. തീർച്ചയായിട്ടും പരോൾ അനുവദിക്കുന്നതിന് ന്യായമായ റീസൺ എന്താണ്? അതിന്റെ അതിന്റെ ഈ കീഴ്വഴക്കങ്ങൾ എന്താണ്? എത്ര കാലത്തിനുള്ളിൽ കൊടുക്കാം? എല്ലാ വ്യവസ്ഥകളും മറികടന്നുകൊണ്ടാണ്. ഇപ്പോൾ ഒടുവിൽ കൗതുകം നിറഞ്ഞൊരു കാഴ്ച, ഇന്നിപ്പോൾ വലിയ കോലാഹലം ഉണ്ടാക്കാനിടയായ കാരണം സി പി എമ്മിന്റെ സ്ഥിരം കുറ്റവാളിയായ ഒരു തടവുകാരന് കൊടുത്തിരിക്കുന്ന പരോള് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്ന കാരണം ടു സ്പെൻഡ് ടൈം വിത്ത് ദ ഫാമിലി എന്നാണ്. കുടുംബത്തോടൊപ്പം കഴിയുക എന്ന അവകാശത്തെ നിഷേധിക്കുമ്പോഴാണല്ലോ അയാൾക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നത്. അതിനാണല്ലോ തടവ് എന്ന് പറയുക. അപ്പോ ഒരു കോമൺ സെൻസും ഇല്ലാതെ യഥേഷ്ടം പരോള് കൊടുക്കുന്ന കുറ്റവാളികൾക്ക് ഒരുപക്ഷെ ഭരണകൂടത്തെക്കാൾ പ്രാധാന്യവും സ്വാധീനവും ഉള്ള ഒരു സമൂഹത്തെയാണ് ഇപ്പോൾ ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് കേരളത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ടി ജി എങ്ങനെയാണ് ഈ ഒരു രാഷ്ട്രീയ പ്രതിഭാസത്തെ കാണുന്നത്? ഈ പരോള്, പിന്നെ റിമിഷൻ, ശിക്ഷ ഇളവ്, ഈ രണ്ട് സാധനങ്ങൾ വ്യാപകമായിട്ട് ഭാരതത്തിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഭരണകക്ഷി. റിമിഷൻ കൊടുക്കാനുള്ള അവകാശം ഗവർണർക്കാണ്. പക്ഷേ ഗവർണർക്ക് മന്ത്രിസഭയുടെ ശുപാർശയുടെ പുറത്ത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. സ്വമേധയാ ഒരാളെ ജയിലിൽ തുറന്നു വിടാൻ പറ്റില്ല. അപ്പോൾ അവിടെയും രാഷ്ട്രീയക്കാരുടെ ഒരു റോൾ അതിനുണ്ട്. പരോൾ, അതിനൊരു കമ്മിറ്റിയുണ്ട്. അവിടെ ഈ തടവുകാരൻ അപേക്ഷിക്കും, എനിക്ക് ഇന്നാവശ്യത്തിന് പരോൾ വേണം, വലിയ കഷ്ടത്തിലാണ്, ഇതാണ്. കമ്മിറ്റി ഇതിൻ്റെ മെരിറ്റ് നോക്കിയിട്ട് ഇയാൾക്ക് പരോൾ കൊടുക്കുക, ഇത്ര ദിവസത്തെ പരോൾ കൊടുക്കുക. അപ്പോൾ അത് മിക്കവാറും ഇയാൾ 6 മാസത്തെ പരോൾ ചോദിക്കുമ്പോഴേ 15 ദിവസത്തെ പരോൾ കൊടുക്കുന്നു. അതൊക്കെ സ്റ്റാൻഡേർഡാണ്. നീ 6 മാസമെങ്കിലും ചോദിക്കണം കേട്ടോ, അപ്പോഴേ ഞാൻ 15 തരുള്ളൂ. ഇങ്ങനെ 15 തന്നു കഴിഞ്ഞാൽ 15 അതുപോലെ ഗ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മോശമല്ലേ. അതുകൊണ്ട് 6 മാസം ചോദിക്കുക, 15. ഇത് ജയിലിൽ പോയതിൻ്റെ നെക്സ്റ്റ് ഡേ പരോളിൽ ഇറങ്ങിയ ആളുണ്ട്, ഒരു ഉത്തരേന്ത്യക്കാരൻ. അയാളുടെ വാർത്തയായിട്ട് വന്നിരുന്നു. അയാളെ ഒരു പ്രത്യേക കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് അയാൾ ജയിലിൽ പോയി. വൈകുന്നേരം ഒരു 5 മണിക്ക് ജയിലിൽ പോയി, രാവിലെ 10 മണിക്ക് പോയി പരോളിൽ ഇറങ്ങി, തുറന്നു വിട്ടു. രാത്രിയും പുള്ളി ജയിലിലായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അനൗദ്യോഗികമായിട്ട് ഇറങ്ങിയിരുന്നു. രേഖയിൽ രാവിലെ ഇറങ്ങിയെന്ന് കാണിച്ചതേ ഉള്ളൂ. ഇറങ്ങിയത് അപ്പം തന്നെ ഇറങ്ങി. ഇപ്പം രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്ക് പരോൾ കിട്ടുന്നത് ഒരു വലിയ കാര്യമൊന്നുമല്ല. ഈ പരിപാടി കോൺഗ്രസ്സുകാരും ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് വളരെ കുറവാണ്. കാരണം അവർ തല്ലുപൊള്ളു അല്ലാതെ കൊടുക്കുന്ന ഒരു സമ്പ്രദായം കോൺഗ്രസ്സിനില്ലല്ലോ. വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ വെട്ടുപഴിച്ച് സംഭവിച്ചെങ്കിലേ ഉള്ളൂ. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു ചീത്തപ്പേര് വരുന്നില്ല. ബട്ട് BJP ആൻഡ് CPM അവർ രണ്ടുപേരും ഈ പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്. ഇതിൽ വേറൊരു ഗുലുമാല വരുന്നത്, ഈ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന പലരും യഥാർത്ഥ പ്രതികളല്ല, ഡ്യൂപ്ലിക്കേറ്റ് പ്രതികളാണ്. ഇതൊക്കെ ഈ സംഘർഷമൊക്കെ നടക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. ഡ്യൂപ്ലിക്കേറ്റ് പ്രതികളെ കൊടുക്കുക എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്, ഒരു പ്രയോഗമുണ്ട്. അതായത് ഒരു അടിപിടി, കത്തിക്കുത്ത്, കൊലപാതകം, 2 പേരും മരിച്ചു. ഭയങ്കര ടെൻഷൻ, 144 പ്രഖ്യാപിച്ചു. പോലീസ് ഇവരെ വിളിക്കും. ഫോർ എക്സാമ്പിൾ CPM-നെ വിളിക്കും. അപ്പോഴേ എന്താ ചെയ്യേണ്ടത് തീരുമാനിക്കുക. അല്ലാതെ പ്രതികളെ തരണം, അല്ലെങ്കിൽ ഞങ്ങൾ കയറി പിടിച്ചാൽ വഷളാവും ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പ്രതികളെ തരാം, തല്ലരുത്, തല്ലാൻ പാടില്ല. ഇല്ല, തല്ലുന്നില്ല. അപ്പോഴും ഇവർ ചെയ്യുന്നത് ഒരു പ്രതിയെ കൊടുക്കും. പറയും അയാൾ തൊക്കിലങ്ങാടി ബസ് സ്റ്റോപ്പിൽ നിൽപ്പുണ്ട്, അവിടെ നിന്ന് പൊക്കിക്കും. പോലീസ് പറയും കണ്ണൂരിലെ ഒരു ലോഡ്ജിൽ നിന്ന് പ്രതിയെ പൊക്കി. കണ്ണൂരിലെ ലോഡ്ജിൽ നിന്നൊന്നുമില്ല, തൊക്കിലങ്ങാടി ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ഇയാളെ കയറ്റി കൊണ്ടുപോയത്. പിന്നെ കണ്ണൂരിൽ കൊണ്ടുപോകുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള ഡെർട്ടി ഗെയിംസാണ് നടക്കുന്നത്. പോലീസിനും അറിയാം ഇയാൾ കുറ്റവാളിയല്ല. അതുകൊണ്ട് കേസ്
കോടതിയിൽ വന്നു കഴിയുമ്പോൾ വാദത്തിൽ തള്ളിപ്പോകും. കാരണം ഇയാൾ ഒറിജിനൽ പ്രതി അല്ല, പ്രതിയാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനും പറ്റില്ല. ഇത് മജിസ്ട്രേറ്റുമാർക്കറിയാം ഇത് കള്ളപ്രതിയാണ്. മജിസ്ട്രേറ്റ് ഇതിൻ്റെ ഒരു കഥയുണ്ടാക്കിയിട്ട് ഇവരുടെ മൊഴിയിൽ നിന്നെല്ലാം ഉണ്ടാക്കിയിട്ട് ഇവനാണ് ആക്ച്വൽ പ്രതി എന്ന് പറഞ്ഞിട്ട് സെഷൻസ് കോടതി ഇവന് ജീവപര്യന്തം കൊടുക്കും. കുട്ടനാട്ടിലെ രാമങ്കരി മജിസ്ട്രേറ്റ്, അത് 90കളിലാണ്, രാമങ്കരി മജിസ്ട്രേറ്റ് ഒരു ജഡ്ജ്മെൻറ്റിൽ എഴുതി ഇത് ഒത്തുകളിയാണ് ഈ പ്രതികൾ കംപ്ലീറ്റ്. ശരി. അപ്പുറത്തും ഇപ്പുറത്തും ഒത്തുകളി, അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി കുത്തി കഴിയും. കുറച്ചു കാലം കഴിയുമ്പോൾ വിവേകം വരുമല്ലോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ചോദിക്കും, അതെ മരിച്ചവരോ മരിച്ചു, ഇവരെ ഇനി ശിക്ഷിച്ചിട്ട് എന്ത് കിട്ടാൻ പോകുന്നു? സത്യമാണ്, എന്ത് കിട്ടാൻ പോകുന്നു? ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ നിങ്ങളുടെ മരിച്ചുപോയ ആൾക്കാർക്ക് ഒരു 20 ലക്ഷം രൂപ ഞങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കാം. കോടതിയിലും മൊഴി മാറ്റി പറഞ്ഞിട്ട് ഞങ്ങളുടെ ആൾക്കാരെ വെടിയിക്കണം, ഇവരെ ജയിലിലാക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടാനില്ല. ഇവർ തമ്മിൽ സെറ്റിലാക്കിയിട്ട് കോടതിയിൽ പിന്നെ കോടതിയിലൊരു നാടകം. മാജിസ്ട്രേറ്റ് പറഞ്ഞു, നോൺ സെൻസ്, ഞാനിത് അംഗീകരിക്കാൻ പോകുന്നില്ല, എല്ലാവർക്കും ജീവപര്യന്തം വിധിച്ചു. ബട്ട് ഹൈക്കോടതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ തെളിവില്ല, സാധനം പോയി. ബട്ട് അത്രയും കാലമെങ്കിലും ജയിലിൽ കിടന്നു. അത് കലാകൗമുദി, അന്ന് MS മണി സാറ് കലാകൗമുദിയിലുള്ള കാലമാണ്, ആൺകുട്ടിയായിരുന്നു പുള്ളി. അത് കലാകൗമുദിയുടെ എഡിറ്റോറിയലായിട്ട് എഴുതി, ഈ ഭോഷ്ക, ഈ വൃത്തികേട് കേരളത്തിൽ നടക്കുന്നു, എന്നിട്ട് രാഷ്ട്രീയം പറഞ്ഞ ആൾക്കാരുടെ വോട്ട് പിടിക്കാൻ നോക്കുന്നു, ഇവരെല്ലാം ഒന്നായിട്ട് നിൽക്കുന്നു. കോടതി ഇൻ റൈറ്റിംഗ് ജഡ്ജ്മെൻറ്റിൽ എഴുതിയിരിക്കുകയാണ്, ദിസ് ഇസ് അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് ഐ കനോട്ട് ടോളറേറ്റ് ദിസ് ബേസ്ഡ് ഓൺ ഫോളോയിങ് ഫാക്ട്സ് എന്ന് പറഞ്ഞിട്ട് ജീവപര്യന്തം ശിക്ഷയും കൊടുക്കുന്നു. ഇറ്റ് വാസ് ഓബ്വിയസ്. ആ ജഡ്ജ്മെൻറ്റ് വന്നപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഹൈക്കോടതിയിൽ അത് വീണു പോകുന്നു. പക്ഷേ അത്രയും ദിവസം ജയിലിൽ കിടക്കുമല്ലോ. അത് വെച്ചിട്ട് കോടതി ചെയ്തു. മണിസാറ് മുഖപ്രസംഗം എഴുതി, ഒരു കുലുക്കവും ഉണ്ടായില്ല, സമാജത്തിന് ഒരു കുലുക്കവും ഉണ്ടായില്ല, ഒരു സാംസ്കാരിക മേഖല ഇതിലൊന്നും തൊടുകയില്ല. കാരണം എല്ലാവർക്കും അവരവരുടെ കോടാലിരാകാനുണ്ട്. ഈ ആക്സ് ടു ഗ്രൈൻഡ് എന്ന് ഇംഗ്ലീഷിൽ പറയില്ല, അതിന് പ്രൊഫസർ M കൃഷ്ണൻ നേരാണ് കോടാലിരാകാനുണ്ട്. രാഗി നല്ല മലയാളം. എല്ലാവർക്കും അവരവരുടെ കോടാലികൾ രാഗി എടുക്കാനുണ്ട്. അതുകൊണ്ട് സകല ബുദ്ധിജീവികളും മിണ്ടാതിരിക്കും. KG ശങ്കരപിള്ള മിണ്ടുകില്ല, സച്ചിദാനന്ദൻ മിണ്ടുകില്ല, ഈവൻ സുനിൽ പിള്ളയുടെ പോലെ മിണ്ടില്ല. ഞാൻ പറയുന്നത് ദ ഹോൾ സ്പെക്ട്രം ഫ്രം സബ്ലൈം ടു റെഡിക്കുലസ്, അതാണ് KG ശങ്കരപിള്ള എന്നല്ല സുനിൽ പിള്ളയുടെ, മിണ്ടുകില്ല. അപ്പോൾ ഇവരൊന്നും മിണ്ടാത്തത് കൊണ്ട് ഈ പരിപാടി അനുസ്യൂതം നടന്നു വരുന്നു. അപ്പോൾ ആ കാരണത്തിൻ്റെ കോളത്തിൽ എന്തെങ്കിലും ഒന്ന് എഴുതിയാൽ മതി എന്നുള്ള സ്ഥിതിയായി. അതാണ് ടു സ്പെൻഡ് ടൈം വിത്ത് ഫാമിലി. അപ്പോൾ പരോളിൽ ഇപ്പം TP വധക്കേസിലെ ആ കുഞ്ഞനന്ദനില്ലേ മരിച്ചുപോയ ആൾ, കുഞ്ഞനന്ദൻ വാസ് ഓൾവേസ് ഓൺ പരോൾ. അതെ അതെ അതെ, അതൊക്കെയാണ് ഇത്. KT ജയകൃഷ്ണൻ മാസ്റ്റർ കൊന്ന ആച്ചാരമ്പത്ത് പ്രദീപൻ, ഹി വാസ് ഓൾവേസ് ഓൺ പരോൾ. എപ്പോൾ നോക്കിയാലും അയാൾ പരോളിലാണ്. അപ്പോൾ അങ്ങനെയാണ് ആ സിസ്റ്റം, അങ്ങനെയാണ്. ഇത് ഇത് ഭയങ്കരമായ പൊളിറ്റിക്കൽ ഇതൊരു ഞാനൊരു പൊളിറ്റിക്സ് വെച്ച് പറയുകയല്ല, ഈ ട്രെൻഡ് ഒറ്റ ചവിട്ടിന് ഇല്ലാതാക്കിയ മനുഷ്യൻ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. അതെങ്ങനെയാ? ഹി സ്റ്റോപ്പ് ഗിവിംഗ് ഇറ്റ്. പരോളെ കൊടുക്കില്ല. പരോൾ ഡിസ്ക്രിപ്ഷനാണല്ലേ സർക്കാരിൻ്റെ. ആർക്കും പരോള് വേണ്ട, കൊടുക്കില്ല. ഒരു കുറ്റവാളിക്കും പരോൾ കൊടുക്കുന്നില്ല. കോടതി കരഞ്ഞ് വിളിച്ച് നശിച്ച് ഈ ക്ലോസ് റിലേറ്റീവ്സ് മരിച്ചാൽ അതിൻ്റെ ചടങ്ങ്, മരണത്തിൻ്റെ ചടങ്ങിന് പോലീസ് എസ്കോർട്ടോടുകൂടി പരോൾ. സാധാരണ പരോൾ എന്ന് പറഞ്ഞാൽ ഇയാളെ ഇറക്കി അങ്ങ് വിടുകയാണ്, തിരിച്ചു വരുമെന്നുള്ള വിശ്വാസത്തിൽ, മോനെ വന്നേക്കണ എന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത്. ഇത് എസ്കോർട്ടഡ് പരോൾ. പോലീസ് എസ്കോർട്ടിൽ നിങ്ങൾക്ക് മരണ വീട്ടിൽ പോകാം, അതിൻ്റെ കർമ്മത്തിൽ പങ്കെടുക്കണമെങ്കിൽ അതും ചെയ്യാം. അത് ചെയ്തിട്ട് അതേ എസ്കോർട്ടോടുകൂടി തിരിച്ച് ജയിലിൽ കയറ്റും. അതെ, വളരെ സ്ട്രിക്റ്റ്. അല്ല, അത്തരം റീസണൊക്കെ മനസ്സിലാക്കാട്ടെ. ഇതിപ്പോ ഇന്നലെ സാറ് നോക്ക്, യോഗി 68,000 ഉദ്യോഗസ്ഥരുടെ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം തടഞ്ഞു വെച്ചിരിക്കുക. 68,000. സ്വത്ത് വിവരം വെളിപ്പെടുത്താത്തതിന്. സ്വത്ത് വിവരം വെളിപ്പെടുത്തണമെന്ന് ആദ്യം നിയമം കൊണ്ടുവന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പ്യൂൺ മുതൽ IAS ചീഫ് സെക്രട്ടറി വരെ അതിന് പ്രത്യേക പോർട്ടലുണ്ട്. ആ പോർട്ടലിൽ നിങ്ങളുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെ വിവരം വെളിപ്പെടുത്തും.
അതിന് സമയവും കൊടുത്തു. ഓ. ആ സമയം ഇച്ചിരി നീട്ടിക്കൊടുത്തു. എന്നിട്ടും ഇടാത്തവരുണ്ട് 68,000 പേര്. 68,000 പേരുടെ ഈ ജാനുവരിയിലെ ശമ്പളം തടഞ്ഞു വെച്ചു. ഫെബ്രുവരി 1-ാം തീയതി ശമ്പളം ഇല്ല. അപ്പൊ ഇപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? പുള്ളി പറഞ്ഞു, നോ, ദർ ഈസ് എ ലോ, യു ഹാവ് ടു കംപ്ലൈൻ. 68,000 പേര് പണി മുടക്കിക്കുക എനിക്ക് പുല്ലാണ്. ഇത്രയും വലിയ ഭീമാകാരമായ യു പിയിൽ 68,000 പേര് പണി മുടക്കാണ്. മാത്രമല്ല നാട്ടുകാർ വെറുക്കുവിന്. എന്താടാ നിന്റെ സമ്പാദ്യം പുറത്തു വിടാത്തതെന്ന് ചോദിക്കുമല്ലോ. അതെ, തീർച്ചയായിട്ടും. നിന്റെ സമ്പാദ്യം ഞങ്ങളൊന്നും അറിയട്ടെ. നിന്നും വലിയ മണിമാളയൊക്കെ വെച്ചിരിക്കുന്നു. നീ ആകെ ഒരു LD ക്ലാർക്കാണല്ലേ അവിടെ. ഈ അൺലെസ് യു ടേക്ക് വെരി സ്ട്രിഞ്ചൻ്റ് ആക്ഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്കൽ സ്പെക്ട്രം. ഇതിനകത്ത് ഇപ്പം യോഗി പരോൾ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് BJP-ക്കാർ, RSS-കാർ, ജമാഅത്തെ ഇസ്ലാമി വഴിയെ പോയവനൊക്കെ ഉണ്ട്. എല്ലാവരും നിയമം എല്ലാവർക്കും ഒരുപോലെ. അത് ഒരു നല്ല മാതൃകയാണല്ലേ, ഈ പരോള് കൊടുക്കാതിരിക്കുക എന്നുള്ളത്. കൊടുക്കണില്ല. ഈ ഇങ്ങനെ പരാതി വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി ചെയ്ത ഇളവ് ഇതാണ്. എസ്കോർട്ടഡ് പരോൾ എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ആണത് ഫോർമുലേറ്റ് ചെയ്ത് ആദ്യം പറഞ്ഞു, പരോള് കൊടുക്കാൻ പറ്റാത്ത കൊടും ഭീകരവാദി 15 പേരെയൊക്കെ വെടിവെച്ച് കൊന്നവൻ, ഇവനെയൊക്കെ എങ്ങനെ പരോള് കൊടുക്കും? അതേസമയം അവൻ്റെ അമ്മ മരിച്ചു. ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു കൈവിലങ്ങണിയിച്ച് പോലീസ് എസ്കോർട്ടോടുകൂടി അങ്ങനെ തന്നെ പോകണം. കാരണം എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ അമ്മയാണ്. അവൻ ദുഷ്ടനാണെങ്കിലും ആ അമ്മ ദുഷ്ടിയായിരുന്നില്ല, അതുകൊണ്ട് അത് ചെയ്യാം. അങ്ങനെ ചെയ്യണം. അതുപോലെ ഹാർഡൻഡ് ക്രിമിനൽസിന് കൊടുക്കുന്ന പോലെ എസ്കോർട്ടഡ് പരോള് കൊടുക്കും. അത് അത്രയേ ഉള്ളൂ. കൂടി വന്നു കഴിഞ്ഞാൽ 5 മണിക്കൂർ 10 മണി ഇവിടെ നിന്ന് യാത്ര ചെയ്ത് അവിടെ എത്തുക, കർമ്മം കഴിയുക, തിരിച്ച് ജയിലിൽ കയറുക. ഇത് സ്ട്രിക്റ്റായിട്ട് നടപ്പിലാക്കി കുറ്റകൃത്യങ്ങൾ നിൽക്കാൻ പോകുന്നില്ല. കറക്റ്റ്, ശരിയാണ്. കുറ്റകൃത്യങ്ങളെ തടയാനായിട്ട് സാധ്യമല്ല നമുക്ക്. ഇവരിപ്പോൾ ഈ ബഹളം വെക്കുകയും ഇനി അവർ UDF അധികാരത്തിൽ വരുമ്പോൾ അവരുടെ ആളുകൾക്ക് ഇതേപോലെ തന്നെ വരും, തന്നെ ചെയ്യും. പ്രതികാര ബുദ്ധികൾ മാത്രമല്ല, ജയിലിൽ കിടക്കുന്നവർ പറയും മറ്റവർ നോക്ക്, അവരുണ്ടായിരുന്നപ്പോൾ അവരുടെ ആളിനെ അവർ പരോൾ കൊടുത്ത് ഇറക്കി വിട്ടു, നമ്മുടെ ആൾ ഭരണത്തിൽ വന്നിട്ട് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ഇതിന് നിയമം എൻ്റെ ആള് ഭരണത്തിൽ വരുന്നത് എന്തിനാണ് സാർ? നാട് നന്നാവാനല്ല, എന്നെ നന്നാക്കാനാണ്. അപ്പം ഞാൻ പറയും, അഹമ്മദ് മാഷിന് വോട്ട് ചെയ്തിട്ട് എന്ത് പ്രയോജനം? അങ്ങേര് ഒരു ചുക്കും ചെയ്തില്ല, എന്താ ചെയ്യാൻ? അയൽവക്കത്തുകാരൻ്റെ ഭൂമി ഞാൻ കയ്യേറി വേലി കെട്ടി, അത് റെഗുലറൈസ് തരണം സാറ്. സാറ് അത് സമ്മതിക്കണില്ല. അപ്പം സാറ് എൻ്റെ കണ്ണിൽ ദുഷ്ടനായി. അയാൾക്ക് വോട്ട് ചെയ്തിട്ട് മറ്റവരെ നോക്ക്. ജനത്തിന്റെ മനസ്സിൽ ഇങ്ങനെ അത് ഇല്ലീഗലായിട്ടുള്ള കാര്യം റെഗുലറൈസ് ചെയ്ത് കൊടുക്കുന്ന ഏജൻസിയാണ് രാഷ്ട്രീയക്കാരെന്നുള്ളത്. അല്ല രീതി, ഇപ്പോൾ നമുക്ക് ഈ പരോള് സ്ട്രിക്റ്റ് ആക്കാൻ പുതിയ നിയമം കൊണ്ടുവരണോ അതോ ഉള്ള നിയമത്തിൽ പരോള് റിജക്റ്റ് ചെയ്താൽ മതി? പോളിസി എടുത്താൽ മതി. പോളിസി പരോൾ റിജക്റ്റ് ചെയ്യും. യെസ്, കമ്മിറ്റി ശുപാർശ ചെയ്താൽ പോലും കൊടുക്കുകയില്ല എന്ന് മന്ത്രി തീരുമാനിക്കും. യോഗി നല്ലൊരു കാര്യത്തിൽ യോഗിയാണ് മാതൃകയാക്കേണ്ടത്. അക്ഷരാർത്ഥത്തിൽ റൂത്ത്ലെസ് ലോ ഈസ് ടു ബി ഇംപ്ലിമെന്റഡ് റൂത്ത്ലെസ്ലി. മുഖം നോക്കാതെ നിയമം നടപ്പിലാക്കണം. അങ്ങനെയാണെങ്കിൽ മിനിറ്റ് വെച്ച് ഇതെല്ലാം മര്യാദയ്ക്ക് വന്നോളൂ. ഈ ബലത്തിൻ്റെ ഭാഷയാണ് സാർ നിയമത്തിൻ്റെ ഭാഷ. നിയമം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബലപ്രയോഗം അടങ്ങിയിരിക്കുന്നു. നിയമം അനുസരിച്ചില്ലെങ്കിൽ സാറിന് ശിക്ഷയുണ്ട്, അല്ലേ? നിയമം അനുസരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്ത് പിന്നാലെ നടക്കുന്നതല്ല. നിയമം അനുസരിച്ചില്ലെങ്കിൽ സ്പോട്ടിൽ സാറിനെ പിടിച്ചുകൊണ്ട് പോകും, ശിക്ഷിക്കും. ബലപ്രയോഗം ഉണ്ട്. അത് ഡൂ ദാറ്റ്, ഷോ യുവർ നെർവ്സ്, അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ് ആവശ്യമുള്ളത്. അതെ, പക്ഷേ ആ രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടാവില്ല. കാരണം ഇവരുടെ ശക്തി മുഴുവൻ സംഭരിക്കുന്നത് ഇതുപോലത്തെ ക്രിമിനൽ എലമെന്റ്സിൽ നിന്നാണ്. ക്രിമിനൽസ് ആണ് ഇവരുടെ കരുത്ത്. അതെ, ഇത് സാർ നോർത്തിൽ സംഭവിച്ചത് നമ്മുടെ അത് CVC ഒക്കെ ആയിരുന്നു അങ്ങേരുടെ അറോറ അസമൺ. അങ്ങേരുടെ റിപ്പോർട്ടുണ്ട് കറപ്ഷനെ പറ്റി, കറപ്ഷൻ ഇൻ പൊളിറ്റിക്സ്. അതിൽ അദ്ദേഹം പറയുന്നു, ആദ്യം രാഷ്ട്രീയക്കാർ രാഷ്ട്രീയം കളിച്ചു, പൈസയ്ക്ക് വേണ്ടി അവർ മുതലാളിമാരെ അവരെവരെയൊക്കെ ആശ്രയിച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പ്, പൈസ തരാത്ത മുതലാളിമാരെ വിരട്ടാനായിട്ട് അവർ ഗുണ്ടകളെ ഏർപ്പാടാക്കി. പിന്നെ ഈ ഗുണ്ടകൾ വഴിയായി പിരിവ്. നേരെ പിരിവ് ചോദിക്കില്ല, ഗുണ്ടയോട് ടാർഗറ്റ് കൊടുത്തിട്ട് നീ പോയി പിരിച്ചിട്ട് ഓടാം. പിന്നെ ഗുണ്ടയെ എതിർ പാർട്ടിക്കാരെ തല്ലാനായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി.
പതുക്കെ പതുക്കെ ഗുണ്ട ഒരു രാഷ്ട്രീയക്കാരനായിട്ട് മാറി. യെസ്, അതാണ് ഗുണ്ടയ്ക്ക് തോന്നി ഞാൻ ഇയാൾക്ക് വേണ്ടി ഇതെല്ലാം ഇരിക്കുന്നതിനേക്കാൾ കാര്യം ഞാൻ എനിക്ക് വേണ്ടി ചെയ്തു. അങ്ങനെ ഇയാളെ തള്ളി മാറ്റിയിട്ട് ഗുണ്ട രാഷ്ട്രീയക്കാരനായി. ഇങ്ങനെയാണ് ഇന്ത്യൻ പൊളിറ്റിക്സ് ക്രിമിനൽസ് കൈയടക്കിയെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടല്ലേ. കറക്റ്റാണ് കേട്ടോ, കറക്റ്റാണ്. കേരളത്തിൽ ഇപ്പോൾ പൂർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിക്കൊണ്ടിരിക്കുക. എല്ലാ രാഷ്ട്രീയ പാർട്ടി ഗുണ്ടകളുടെ സഹായം എടുത്തുകൊണ്ടിരുന്നവർ ഇപ്പോൾ ഗുണ്ടകൾ തന്നെ സ്ഥാനാർത്ഥികളാകുകയും ഗുണ്ടകൾ മത്സരിക്കുകയും ഗുണ്ടകൾ ജയിക്കുകയും ചെയ്യുന്ന അവസ്ഥ വന്നു. അപ്പൊ പിന്നെ ഇവർക്ക് പരോള് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതെ അതെ അതെ. കാരണം ഞാനും സാറും അറിയപ്പെടുന്ന ഗുണ്ടകളാണ്. സാറ് ജയിലിലായിരിക്കുമ്പോൾ ഞാൻ ഭരണത്തിൽ ഞാൻ സാറിന് പരോള് തന്നില്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ധാരണ തെറ്റും. സാറിന്റെ വേറൊരു കിങ്കരൻ വന്നിട്ട് എന്റെ പള്ളയ്ക്ക് കത്തിക്കയറ്റും. അതവനെ അറിയാം. അതെ, ഈ വാഴ്ചയുടെ നിയമം എന്താണെന്ന് അറിയാം. ജംഗിൾ വാർ അല്ലേ, ശരിക്കും ജംഗിൾ റൂളാണല്ലോ. തീർച്ചയായിട്ടും ഇപ്പോൾ ഇതിനകത്ത് വളരെ കർശനമായ നടപടി എടുക്കാൻ ഈ കാര്യത്തിൽ ഈ പരോൾ നിയമങ്ങൾ കർശനമാക്കാനുള്ള ഇച്ഛാശക്തി നമ്മുടെ ഭരണകൂടത്തിന് ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം. ആര് ഭരിച്ചാലും അതല്ലാതെ ഇതിന് പരിഹാരം ഉണ്ടാവില്ല. യോഗി ആദിത്യനാഥ് ഇവരുടെ മുമ്പിൽ ഒരു പാഠമാകട്ടെ, അല്ലേ? തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.